എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, നയന പോകുന്നത് കൊണ്ട് ദേവയാനിയും വീട് വിട്ട് പോവുകയാണ്, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ചന്തുമോളും നയനയും ഒന്നുമില്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് ശ്വാസം മുട്ടലാണ് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ശരിക്കും ഒരു സ്വാർത്ഥതയുള്ള ആളാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കും, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മക്കളുടെ കൂടെയല്ല ഭാര്യ നിൽക്കേണ്ടത്, ഭർത്താവിൻ്റെ കൂടെയാണ്. ഇവിടുന്ന് പോകാൻ വേണ്ടി രാമായണത്തിൻ്റെ ഏടുകളൊക്കെ എടുത്ത് പറയുമായിരുന്നു നയന. അതിന് കാരണം പറഞ്ഞത് ഭർത്താവിൻ്റെ കൂടെയാണ് ഭാര്യ നിൽക്കേണ്ടത് എന്നാണ്. ഇവിടെ നീ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കും. അധികം ജയൻ അങ്ങോട്ട് വരും. ജയൻ പറയുന്നുണ്ട്, പണ്ടത്തെ അമ്മമാരെ പോലെയല്ല, ഇന്ന് മക്കളില്ലാത്തടുത്ത് അമ്മമാർ നിൽക്കുകയില്ല, അതുകൊണ്ട് അവൾ പൊയ്ക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മക്കൾ പിണങ്ങിപ്പോയി എന്ന് കരുതി എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോകത്തില്ല, അവൾ എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ നിൻ്റെ കൂടെയാണ് നിൻ്റെ ഭാര്യ നിൽക്കേണ്ടത്, അല്ലാതെ മക്കൾ പോകുന്ന പുറകെ പോകുകയല്ല ചെയ്യേണ്ടത്. നിന്നോട് അവൾക്ക് യാതൊരു സ്നേഹവും കൂറും ഇല്ലെങ്കിൽ പൊയ്ക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശി ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ എന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അവൾ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഞാൻ തടയാനൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ദേവേനിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം നേരം ദേവേനി, ഇനി ഞാൻ പോകുന്നില്ല, പോരെ, അത്രയും പോരെ എന്ന് ചോദിച്ചിട്ട് ദേവേനി ഇത്തിരി മുഖം വീർപ്പിച്ച് അകത്തേക്ക് പോകുന്നു. അന്നേരം ജയൻ ദേവയാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, അവൾ പൊയ്ക്കോട്ടെ അച്ഛാ, അവളിവിടെ പിടിച്ച് നിർത്തണ്ട എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ പിടിച്ച് നിർത്തിയൊന്നുമില്ല, ഞാൻ എൻ്റെ ന്യായം പറഞ്ഞതേ ഉള്ളൂ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ദേവയാനി റൂമിൽ പോയി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം നയന ചന്തുമോളെ കൊണ്ട് അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഞാൻ തനിയേ പോകുന്നുള്ളൂ, മോള് പോകുന്നില്ല, മോളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു എന്ന്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോളുടെ മുഖത്ത് ഇപ്പോൾ തന്നെ ഒരു പ്രസാദമില്ല, ആകെ വിഷമിച്ചിരിക്കുവാണ്, മോള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തുമോൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം ചന്തുമോൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല മുത്തശ്ശി, ഞാനിവിടെ നിന്നോളാമെന്ന്. അന്നേരം ദേവേനി പറയുക, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി, മോളെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുമ്പം, വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്നാണ് നയന പറയുന്നത്. അന്നേരം ദേവേനി ചോദിക്കും, അതെന്താ മോളെ, ഞാൻ അങ്ങോട്ട് വരണ്ടേ, അവൻ ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് അവനെ ഒന്ന് കാണാൻ സാധിച്ചില്ല, അവനെ ഒന്ന് കാണുകയും ചെയ്യാം, മോൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടോ എന്ന് ഒന്ന് നോക്കുകയും ചെയ്യാം, അതുകൊണ്ട് ഞങ്ങളൂടെ വരാമെന്ന് പറയും. എന്നിട്ട് ജയനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് പോവാണ്. ദേവേനെ അങ്ങ് പോയി കഴിഞ്ഞും നയന മോളെ ഉപദേശിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കണം, മോള് കരഞ്ഞ് ആരെയും വിഷമിപ്പിക്കരുത്, അച്ഛനും അമ്മയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. മോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. ഈ സമയം ദേവേനി ജയൻ്റെ അടുത്ത് ചെന്നിട്ട് നയനെ കൊണ്ടുവിടാൻ വേണ്ടി നമുക്കൂടെ പോകാമെന്ന് പറയുന്നു. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവൻ പോയി കഴിഞ്ഞാൽ അവനെ എനിക്ക് ഒന്ന് കാണാൻ പറ്റിയില്ല, പോകണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു, നമുക്ക് ഒരുമിച്ച് പോകാം, ഏതായാലും നീ വിഷമിക്കേണ്ട, അവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീട്ടിലോട്ട് തിരിച്ചു കയറുന്നത് അവൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയിട്ടായിരിക്കും എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മോൾക്ക് ഈ സമയത്ത് നല്ല പരിചരണം കിട്ടേണ്ടതാണ്, ഞാനില്ലാതെ അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിചരണം കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. ഇതേ ഡയലോഗ് കുറച്ച് മുമ്പ് മുത്തശ്ശന് മുമ്പ് പറഞ്ഞായിരുന്നേ. അന്നേരം മുത്തശ്ശൻ പറയും, നയനെ അങ്ങോട്ട് പോകുവാണെങ്കിൽ നയനെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെച്ച് കൊടുത്താൽ മതി, നീ പുറകെ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ദേവേനി പറയും, ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്ന പോലെ നോക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ്റെ മുഖത്ത് ആകെ ഒരു പുച്ഛമാണ്. എല്ലാവർക്കും ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ടെൻഷനാണല്ലോ. പിന്നീട് നയന നവ്യയോട് യാത്ര പതിയാനായിട്ട് വരുവാണേ. നവ്യയോട് ഇങ്ങനെ, ചേച്ചി ഞാൻ പോകുക കേട്ടോ എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ സാധാരണ എനിക്ക് വിഷമം തോന്നേണ്ടതാണ്, പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നില്ല, കാരണം നീ ആ ദുഷ്ടൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയുവാണ്, ചേച്ചി ആവശ്യമില്ലാതെ ഓരോരുത്തരും ഇങ്ങനെ ചൊടിപ്പിച്ച് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ തകരുന്നത് ചേച്ചിയുടെ ജീവിതമായിരിക്കുമെന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇത് കുറേ കാലമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്, എന്തെങ്കിലും മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് തുറന്നു പറയണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കിപ്പം ജീവിക്കണമെങ്കിൽ ആരുടെയും സഹായം ആവശ്യമില്ല. ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു മോഡലാണ്, എൻ്റെ ബാങ്ക് ബാലൻസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, അതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും, എൻ്റെ ഭർത്താവിൻ്റെ ആശ്രയം ഇല്ലാതെ എനിക്ക് ജീവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, അത് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് നയനോടും പറയുന്നുണ്ട്, നിനക്കും അതുപോലെ തന്നെയാണ്, നീ അറിയപ്പെടുന്ന നല്ലൊരു ഡിസൈനറാണ്, നിനക്കിപ്പം മുന്നോട്ട് ജീവിക്കാൻ ആരുടെയും ആശ്രയത്തിൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ ഇവിടുത്തെ ജോലിയൊന്നും ഇല്ല, ഇവിടുന്ന് ആരെങ്കിലും നിന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാൻ എന്നെക്കൊണ്ട് സാധിക്കും, നീ ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ AN ജ്വല്ലറിയിൽ ഒരു ക്യാബിൻ അടക്കം നല്ലൊരു പോസ്റ്റിൽ നിന്നെ ഇരുത്താനും നല്ല ശമ്പളം മേടിച്ചു തരാനും എനിക്ക്
എനിക്ക് സാധിക്കും എന്നൊക്കെ നവ്യ നയനോട് പറയുന്നുണ്ട്. അന്നേരം നയന പറയും, ഇല്ല, എനിക്ക് പൈസയും അല്ലെങ്കിൽ ആർഭാടവും ഒന്നുമല്ല ജീവിതം, എനിക്ക് എൻ്റെ ആദർശേട്ടൻ ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല, എൻ്റെ ആദർശേട്ടനും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിനക്കങ്ങനെയായിരിക്കും, പക്ഷേ അങ്ങേർക്ക് അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഈ വീട്ടിൽ നിന്ന് പോയത് തന്നെ വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചായിട്ടായിരിക്കും. ഇതുപോലെ ഒരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാളുടെ മുഖം ഈ വീട്ടിൽ കാണണ്ടല്ലോ എന്നത് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ള സമാധാനം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടൊരിക്കലും നിന്നെ കാണാനായിട്ട് വരത്തില്ല, അയാളുള്ളിടത്തേക്ക് എങ്ങനെ വരാതിരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ പരസ്പരം കാണുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചോ ഒക്കെ ആയിരിക്കും. പിന്നെ നിനക്ക് എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാം, അല്ലാതെ ഞാൻ അയാളുള്ളിടത്തേക്ക് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും നയന നവിയോട് പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഏതായാലും ഞാൻ ഇറങ്ങുക, എനിക്ക് എൻ്റെ ആദർശനില്ലാതെ പറ്റില്ല എന്ന്. അന്നേരം അത് കേൾക്കുന്ന നവിക്ക് ഭയങ്കര പുച്ഛമാണ് നയനയോടെ. പിന്നീട് നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും യാത്ര ചോദിക്കാൻ ചെല്ലുവാണ്. അവിടെയും കിടന്ന് കുറേ കരച്ചിലും ബഹളമൊക്കെ ഉണ്ട്. രണ്ടുപേരുടെയും അനുഗ്രഹം മേടിക്കുന്നു, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിക്കുന്നു. എന്നിട്ട് ഞാൻ പോകുവാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശൻ അതിന് വലിയ മറുപടിയൊന്നും പറയുന്നില്ല. മുത്തശ്ശി ആകെ സങ്കടത്തിൽ കരയുന്ന, എൻ്റെ പൊന്നു മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ വിഷമമാകും, ഈ സമയത്ത് നല്ല റെസ്റ്റും നല്ല ഭക്ഷണവും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കരയുന്നും ബഹളവും വയ്ക്കുമെന്നൊക്കെ ഉണ്ട്. ഈ സമയം താഴെ അവന്തിക ഇങ്ങനെ പറയുവാണ്, ഓ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? ആദർശേട്ടൻ ഈ വീട് വിട്ടു പോകുമെന്നും അതിനുശേഷം ഏട്ടത്തി പോകുമെന്നും ആരെങ്കിലും ചിന്തിച്ചതാണോ? എന്തൊക്കെയായി സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അജയൻ പറയുന്നുണ്ട്, അവൻ ആത്മാഭിമാനമുള്ളവനാണ് എന്ന് പണ്ടേ അച്ഛൻ അറിയാം, അതുകൊണ്ടാണ് അവന് പല അധികാരങ്ങളും അച്ഛൻ കൊടുത്തത്. അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരിച്ച് അവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ അവൻ ശ്രമിക്കില്ല എന്നൊക്കെ അജയൻ പറയുമ്പം ദേവേനെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു എങ്കിൽ അവൻ പോയപ്പം പോകണ്ട എന്ന് ഒരു വാക്ക് പറയാൻ മേലായിരുന്നു എന്ന്. അന്നേരം ജയൻ പറയുന്നുണ്ട്, മുതിർന്ന മക്കൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കില്ല, അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും നയന വരുന്നു. നയന പിന്നെയും മോളെ ഉപദേശിക്കുവാണ്, മോൾ നന്നായിട്ട് പഠിക്കണം, എല്ലാവരുടെയും കൂടെ നിൽക്കണം, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറയുന്നു. അന്നേരവും മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നു, മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കുന്നു. 10 മിനിറ്റ് മുമ്പ് മുകളിൽ നിന്ന് മുത്തശ്ശിയുടെ കാലുതൊട്ട് അനുഗ്രഹം മേടിച്ചതാണ്. താഴെ വന്ന് പിന്നെയും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കാലുതൊട്ട് പിന്നെ അനുഗ്രഹം മേടിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പം ജലജ പറയുന്നുണ്ട്, മോളെ അവിടെ പോയി നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന്. അന്നേരം മുത്തശ്ശി, മിണ്ടാതിരിക്കടി, നിൻ്റെ മനസ്സിൽ എന്നതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിൽ സന്തോഷിച്ചിട്ട് നീ പുറത്ത് അഭിനയിക്കുവാണോ എന്ന് ചോദിച്ച് ജലജനെ 2 ചീത്ത പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന്തികേനെയൊക്കെ കെട്ടിപ്പിടിച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നേരെ പൂജാമുറിയിലേക്ക് പോകുന്നു. പൂജാമുറി പോയി വിഘ്നേശ്വരൻ്റെ അടുത്തും പ്രാർത്ഥിക്കുന്നു. പിന്നെ ആദർശേട്ടനില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭഗവാനെ, അതുകൊണ്ടാണ് ഞാൻ പടിയിറങ്ങുന്നത് എന്ന് പറഞ്ഞ് വിഘ്നേശ്വരനോടും പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.